ഹലോ, എല്ലാവർക്കും നമസ്കാരം. അനൂസ് ലേണിംഗ് സോണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം അഥവാ LPP. മാനേജ്മെൻറ്റ് സയൻസ് അഥവാ ഓപ്പറേഷൻസ് റിസർച്ച് എന്നുള്ള സബ്ജക്റ്റ് പഠിക്കുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്തെ ആദ്യത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളൂ. ആദ്യത്തെ കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഒരു ഇക്വേഷൻ നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്നത്, ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൻ്റെ ബേസിസിൽ എങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്നു, അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അതുപോലെ തന്നെ 3 എക്സാമ്പിൾസ് വെച്ചിട്ട് അതിൻ്റെ സൊല്യൂഷൻസ്, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം, എങ്കിൽ മാത്രമാണ് ആ ഇക്വേഷൻസ് ഫോർമുലേറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ടും അതിൻ്റെ സയൻസ് കൊടുക്കുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഏറ്റവും ആദ്യമേ തന്നെ നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ്, നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം, ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ സെറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് 3 സ്റ്റെപ്സ് ഉണ്ട്. അതിനകത്ത് ആദ്യം വരുന്നതാണ് മാക്സിമൈസ് ഓർ മിനിമൈസ് എന്നുള്ള സ്റ്റെപ്പ്. അപ്പം മാക്സിമൈസ് എങ്ങനെയാണ് കൊടുക്കുക, മിനിമൈസ് എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഒരു പ്രോഫിറ്റിനെയോ ഇൻകത്തിനെയോ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എഴുതേണ്ടത് എന്താണ്, മാക്സിമൈസ് ആണ്. അതായത് പ്രോഫിറ്റ് എന്ന് പറയുന്നതും ഇൻകം എന്ന് പറയുമ്പോഴും നമ്മൾ എപ്പോഴും ചിന്തിക്കുക എന്താണ്, പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യണം അല്ലെങ്കിൽ ഇൻകം ഇൻക്രീസ് ചെയ്യണം എന്നുള്ള കാര്യമാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവുക, അല്ലേ? നമുക്ക് ലാഭം ഉണ്ടാവുന്നത്, നമുക്ക് അതുപോലെ വരുമാനം ഉണ്ടാവുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. അത് മാക്സിമത്തിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമൈസ് എന്നുള്ളൊരു ടേമിലേക്ക് അതിനെ സെറ്റ് ചെയ്യണം. ഓക്കെ, നേരെ തിരിച്ച് കോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ കോസ്റ്റ് എപ്പോഴും നമ്മൾ എന്താ ചെയ്യുക, മിനിമൈസ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുക. അപ്പോൾ കോസ്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായിരിക്കും ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ എഴുതേണ്ടത്, മിനിമൈസേഷൻ ഇക്വേഷൻ ആണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ സിമ്പിൾസ് കൊടുക്കുന്നതാണ്. ഇവിടെ സിമ്പിൾ കൊടുക്കുമ്പോൾ നമുക്കറിയാം, ഇത് തന്നിരിക്കുന്ന സിമ്പിൾ ഏതാണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള സാധനമാണ്. ഏതൊക്കെ സിറ്റുവേഷനിലാണ് നമ്മൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള സിറ്റുവേഷൻ ഒരു സിമ്പിൾ നമ്മൾ കൊടുക്കുക. അതിനൊരു എക്സാമ്പിൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് നമ്മളോട് ഇപ്പോൾ ക്വസ്റ്റിനകത്ത് പറയാണ്, ഇപ്പോൾ ഒരു മെഷീൻ റൺ ചെയ്യുന്ന ടൈം, ഒരു ദിവസത്തിൽ മെഷീൻ റൺ ചെയ്യുന്ന ടൈമിനെ പറ്റി പറയുമ്പോൾ അവർ പറയാണ് അറ്റ്ലീസ്റ്റ് 5 hours എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞത് അത്രയെങ്കിലും എന്നുള്ളൊരു മീനിങ് ആണ്, അല്ലേ? അതിനർത്ഥം മിനിമം അത്രയാണ്, മാക്സിമം എത്ര വേണമെങ്കിലും ആവാം. ഓക്കെ, മാക്സിമത്തിന് അവിടെ ഒരു ലിമിറ്റ് ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്യുന്നത്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഒരിക്കലും ആ നമ്പറിൽ നിന്ന് താഴത്തേക്ക് വരാൻ പാടില്ല. ഒന്നില്ലെങ്കിൽ അതിനോട് ഈക്വൽ ആവണം, അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതലാവാം. അതാണ് അറ്റ്ലീസ്റ്റ് എന്നുള്ളൊരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ടേംസ് അല്ലെങ്കിൽ സെൻറ്റൻസ് നമ്മുടെ ക്വസ്റ്റിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യേണ്ട സൈൻ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സൈൻ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് സൈൻ ആണ് എന്ത്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുമ്പോൾ നമുക്കൊരു ഫോർ എക്സാമ്പിൾ പറയാണ്, നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റിനകത്ത് ഇവിടെ പറയാണ് നോട്ട് മോർ ദാൻ 5 hours. നോട്ട് മോർ ദാൻ 5 hours എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, 5 മണിക്കൂറിൽ കൂടുതലാവാൻ പാടില്ല. അപ്പോൾ എന്തായിരിക്കും, ഒന്നില്ലെങ്കിൽ 5 മണിക്കൂറിന് താഴെയോ അല്ലെങ്കിൽ 5 മണിക്കൂറിനോ ഈക്വലോ ആയിരിക്കണം. ആ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് സൈനാണ് യൂസ് ചെയ്യുക, ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈനാണ് യൂസ് ചെയ്യുക. അതുപോലെ നമുക്ക് കൃത്യമായിട്ടൊരു ടൈം അവിടെ തന്നിട്ടുണ്ട്. ദ അവൈലബിൾ ടൈം ഫോർ ആൻ എംപ്ലോയി ഈസ് 5 hours എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൂടുതൽ ആ എംപ്ലോയിക്ക് ടൈമില്ല. മാക്സിമം എത്രയേ ഉള്ളൂ, 5 hours ഉള്ളൂ. അപ്പം അങ്ങനെ വരുന്ന സിറ്റുവേഷൻസിലും നമ്മൾ എന്ത് സൈനാണ് യൂസ് ചെയ്യുക, ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ ആണ് യൂസ് ചെയ്യുക. ഇനി ലെസ് ദാൻ ആൻഡ് ഗ്രേറ്റർ ദാൻ സൈനിൻ്റെ സിമ്പിൾസ് നിങ്ങൾക്ക് മാറിപ്പോകുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ടിപ്പും കൂടി പറഞ്ഞുതരാം. ലെസ് ദാൻ്റെ ഫസ്റ്റ് ലെറ്റർ ഏതാണ്, ലെസ് ദാൻ എന്നതിൻ്റെ ലെസ് എന്നുള്ളതിൻ്റെ ഫസ്റ്റ് ലെറ്റർ എൽ ആണ്. എൽ ഷേപ്പിലിരിക്കുന്ന സൈൻ നോക്കിയാൽ രണ്ടാമത്തേതാണ്, അല്ലേ? എൽ ഷേപ്പിലിരിക്കുന്നത് രണ്ടാമത്തെ സൈനാണ്. അപ്പം ലെസ് ദാൻ എൽ എങ്ങനെയാണോ നമ്മൾ എഴുതുന്നത് ആ ഒരു മോഡലിൽ നമ്മൾ എഴുതുന്ന സൈനാണ് ലെസ് ദാൻ്റെ സൈൻ. ഞാൻ ജസ്റ്റ് ഒരു ടിപ്പായിട്ട് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ചിലർക്കെങ്കിലും അത് എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അപ്പം ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ ടീച്ചർ അല്ലെങ്കിൽ ഞങ്ങൾ പഠിപ്പിച്ചിരുന്ന ടീച്ചർ പറഞ്ഞു തന്നൊരു ചെറിയ ടിപ്പാണ്. അത് നിങ്ങൾക്കും കൂടി ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ഇക്വേഷൻ നമ്മൾ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്.
അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഴുതുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ മാക്സിമൈസ് അല്ലെങ്കിൽ മിനിമൈസ് എന്നാണ് പറഞ്ഞിട്ട് എഴുതുക. ഓക്കെ, അപ്പോൾ ഒന്നില്ലെങ്കിൽ മാക്സിമൈസ് സെഡ് ഈക്വൽ ടു ഒരു ഇക്വേഷൻ വരും, അല്ലെങ്കിൽ മിനിമൈസ് സെഡ് ഈക്വൽ ടു ഇക്വേഷൻ വരും. അപ്പോൾ മാക്സിമൈസ് എന്ന ഇക്വേഷൻ വരുന്നത് എപ്പോഴായിരിക്കും? ഒന്ന് ക്വസ്റ്റ്യനിൽ പ്രോഫിറ്റിനെ ബേസ് ചെയ്തോ ഇൻകത്തിനെ ബേസ് ചെയ്തോ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ആയിരിക്കും മാക്സിമൈസ് വരാം. മിനിമൈസ് എന്ന് പറയുന്നത് കോസ്റ്റ് റിലേറ്റ് ചെയ്ത് വരുന്നിടത്താണ്. ഇനി രണ്ടാമത്തെ സെക്ഷനാണ് സബ്ജക്ട് ടു ദ കൺസ്ട്രെയിൻസ്. ഈ മാക്സിമൈസ് ഓർ മിനിമൈസ് ഇക്വേഷന് എന്താ പറയുക സപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ടോ അതിൽ നിന്ന് ഫോർമുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻസ് ആണ് സബ്ജക്ട് ടു ദ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ സെക്ഷനിൽ പറയുന്നത് x1, x2, etc. xn greater than or equal to 0. ഇവിടെ x1, x2 എന്ന് പറയുന്നത് നമ്പർ ഓഫ് വേരിയബിൾസ് ആണ്. അതായത് നമുക്ക് അറിയില്ല എത്ര നമ്പർ ഓഫ് ഐറ്റംസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ തന്നിട്ടുണ്ട്. ഈ x1, x2ൻ്റെ വാല്യൂസ് ആണ് നമ്മൾ ആക്ച്വലി ഒരു ഗ്രാഫിക്കൽ മെത്തേഡിലൂടെ അല്ലെങ്കിൽ ഒരു LPP കൂടെ നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കത് എത്രയാണ് നമ്പർ എന്ന് നമുക്ക് അറിയില്ല. ആ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എത്ര വലിയ നമ്പേഴ്സ് വേണമെങ്കിലും ആവാം അല്ലേ. ഏറ്റവും ചെറിയ നമ്പറാണ് ഇത് 0 എന്ന് പറയുന്നത്. അപ്പോൾ x1 എന്ന് പറയുന്നതും x2 എന്ന് പറയുന്നതും അങ്ങനെ എത്ര അൺനോൺ ആയിട്ടുള്ള വേരിയബിൾസ് നമുക്കുണ്ടോ അതിൻ്റെ എല്ലാം വാല്യൂ എത്രയായിരിക്കുമെന്ന് നമ്മൾ പറയാണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. 0നോടോ അല്ലെങ്കിൽ 0ക്ക് മുകളിലോ ആയിരിക്കും എന്നുള്ളൊരു അസംഷൻ നമ്മൾ വെച്ചിട്ടാണ് ആ ഇക്വേഷൻസിൻ്റെ സെറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണത്. അപ്പോൾ എല്ലാ ഇക്വേഷൻസിലും എല്ലാ പ്രോബ്ലത്തിൻ്റെയും ഇക്വേഷൻസ് സെറ്റ് ചെയ്യുമ്പോൾ ഈ 3 സ്റ്റെപ്പ് എന്ന് പറയുന്നത് കമ്പൽസറി ആണ്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കണം, ഓരോ സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. അതിലൂടെയാണ് ഓരോ സെൻറ്റൻസിലൂടെയാണ് നമുക്ക് എന്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ഇക്വേഷൻസ് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നമ്മൾ കാണുമ്പോൾ തന്നെ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മളതൊന്ന് അണ്ടർലൈൻ ചെയ്ത് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. A manufacturer of furniture makes 2 products, chairs and tables. 2 products ആണ് അവിടെ ഉണ്ടാക്കുന്നത്. എന്തൊക്കെയാണ്? chairs and tables. ഇനി processing of these product is done on 2 machines. 2 മെഷീൻസ് വെച്ചിട്ടാണ് ഈ ചെയേഴ്സും ടേബിൾസും അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 2 മെഷീൻസിന് അവിടെ പേര് കൊടുത്തിട്ടുണ്ട്, എന്ത്? A and B. ഇനി a chair requires 2 hours on machine A and 6 hours on machine B. ചെയറിൻ്റെ കാര്യം മാത്രമാണ് അവിടെ പറയുന്നത്. ചെയർ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണ്ടി വരുന്നുണ്ട്? 2 hours on machine A and 6 hours on machine B. മെഷീൻ എയിൽ 2 hours അതിന് പ്രോസസ്സ് ചെയ്യേണ്ടി വരുന്നുണ്ട്. മെഷീൻ ബിയിലാണെന്നുണ്ടെങ്കിൽ 6 hours പ്രോസസ്സ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇനി ടേബിളിൻ്റെ കാര്യം പറയാണ്. എ ടേബിൾ റിക്വയേഴ്സ് 5 hours on machine A and no time on machine B. 5 hours മെഷീൻ എയിൽ വരുന്നുണ്ട്, പക്ഷെ മെഷീൻ ബിയിൽ അതിന് സമയമൊന്നും എടുക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അതാണ് അടുത്ത കാര്യം എന്ന് പറയുന്നത്. ഇനി നോക്കാം. there are 16 hours of time per day available on machine A. മെഷീൻ എക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത് 16 hours ആണ്. ഓക്കെ, ആൻഡ് 30 hours on മെഷീൻ ബി. മെഷീൻ ബിക്ക് കിട്ടിയിരിക്കുന്നത് 30 hours ആണ്, അല്ലെങ്കിൽ മെഷീൻ ബിക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത് 30 hours ആണ്. പ്രോഫിറ്റ് ഗെയിൻഡ് ബൈ ദ മാനുഫാക്ചറർ ഫ്രം എ ചെയർ ഈസ് ₹1. അതായത് ആ മാനുഫാക്ചറർക്ക് ഒരു ചെയറിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് ₹1 ആണ്. പ്രോഫിറ്റ് ആണ് നമുക്കവിടെ. അപ്പോൾ അതിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? മാക്സിമൈസേഷൻ പ്രോബ്ലം ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ അവിടെ തന്നിരിക്കുന്ന പ്രോഫിറ്റ് എത്രയാണ്? ചെയറിന് ₹1 ആൻഡ് ഫ്രം എ ടേബിൾ ₹5. ഒരു ടേബിളിൽ നിന്ന് ₹5 കിട്ടുന്നുണ്ട്, ചെയറിൽ നിന്ന് ₹1 കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി പറഞ്ഞിരിക്കുന്നത് എന്തെന്നാ? ഫോർമുലേറ്റ് ദ പ്രോബ്ലം ഇൻ ടു LPP ഇൻ ഓർഡർ ടു മാക്സിമൈസ് ദ ടോട്ടൽ പ്രോഫിറ്റ്. ഈ ലാസ്റ്റ് സെൻറ്റൻസ് തന്നിട്ടില്ലെങ്കിൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണമെന്ന് മാക്സിമൈസേഷൻ ഇക്വേഷൻ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്യാണ്. അപ്പോൾ ചിലർക്ക് ചിലപ്പോൾ വായിക്കുന്ന അതേ സെൻറ്റൻസ് അപ്പം തന്നെ എഴുതി വെക്കാനായിട്ട് പറ്റുമായിരിക്കും. അങ്ങനെ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു ടിപ്പാണ് മിസ് നെക്സ്റ്റ് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ടേബിൾ ഫോമിൽ നമുക്ക് ഈ കാര്യത്തിനെ എങ്ങനെയാണെന്നുള്ളത് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ ടേബിൾ എന്ന് പറയുന്നത് ഇതിൻ്റെ കറക്റ്റ് ഫോർമാറ്റ് ഒന്നുമല്ല കേട്ടോ, സ്റ്റെപ്പൊന്നുമല്ല. ഇത്
നമുക്ക് എളുപ്പത്തിന് എങ്ങനെ ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു ഗ്രാഫിക്കൽ ഒരു ടേബിൾ റെപ്രസെൻറ്റേഷനാണ്. അല്ലാതെ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ ഒരു ടേബിൾ വരച്ചേ ഈ സൊല്യൂഷൻ ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. നിങ്ങളെ പഠിപ്പിച്ച ടീച്ചേഴ്സ് നിങ്ങൾക്ക് ഏത് മെത്തേഡിലാണ് ഇക്വേഷൻസ് ചെയ്യാനായിട്ട് പറഞ്ഞു തന്നിരിക്കുന്നത് ആ മെത്തേഡിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാം. ഇതും കൂടി മിക്സപ്പ് ചെയ്ത് കൺഫ്യൂഷൻ ആക്കരുത്. നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് തോന്നുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലാക്കിയിരിക്കുന്ന ആ മെത്തേഡിൽ തന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നമ്മൾ ഒന്നും കൂടി വായിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, എങ്ങനെയാണ് മുകളിൽ ടേബിൾ ആൻഡ് ചെയർ വന്നിരിക്കുന്നത്, എന്തുകൊണ്ടാണ് സൈഡിൽ മെഷീൻ എ ആൻഡ് ബി വന്നിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതായത് ക്വസ്റ്റ്യനകത്ത് നമ്മളോട് എന്തിൻ്റെ പ്രോഫിറ്റ് ആണ് തന്നിരിക്കുന്നത്? ചെയർ ആൻഡ് ടേബിളിൻ്റെ പ്രോഫിറ്റ് ആണ് തന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ എന്തിൻ്റെ ആണോ പ്രോഫിറ്റ് അല്ലെങ്കിൽ ഇൻകം അല്ലെങ്കിൽ കോസ്റ്റ് തന്നിരിക്കുന്നത് അതിനെ നമ്മൾ ഏറ്റവും മുകളിൽ, അതായത് ഇപ്പം നമ്മൾ സ്ക്രീനിൽ നിങ്ങൾ ചെയർ ആൻഡ് ടേബിൾ കാണുന്നിടത്ത് അവിടെയാണ് നിങ്ങൾ കൊണ്ടുവയ്ക്കേണ്ടത്. ഓക്കെ, അതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ചെയർസ് അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ടേബിൾസ് നമുക്ക് എത്രയാണെന്നുള്ളത് നമുക്കറിയില്ല. അതുകൊണ്ട് ഏറ്റവും ആദ്യത്തെ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ചെയറിന് നമ്മൾ X1 എന്നുള്ള പേര് കൊടുക്കുന്നു, ടേബിളിന് നമ്മൾ X2 എന്നുള്ള പേര് കൊടുക്കുന്നു. ഇനിയും ഒരു പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും? X3 എന്ന് പേര് കൊടുക്കും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി ഈ മെഷീൻസ് അല്ല, ഈ പ്രൊഡക്റ്റ് രണ്ടും ഒരേ ടൈപ്പ് ഓഫ് മെഷീനിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഈ ചെയേഴ്സിനും ടേബിൾസിനും ഒരുപോലെ ബാധകമായിട്ടുള്ളതാണ് എന്ത്? മെഷീൻ എയും മെഷീൻ ബിയും. അതുകൊണ്ടാണ് അതിനെ സൈഡിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് മുകളിലും സൈഡിലും വരുന്നത് കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ എപ്പോഴും ചിന്തിക്കുക, നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എന്തിൻ്റെ ആണോ പ്രോഫിറ്റ് അല്ലെങ്കിൽ ഇൻകം അല്ലെങ്കിൽ കോസ്റ്റ് പറഞ്ഞിരിക്കുന്നത് അതിനെ നമ്മൾ മുകളിലേക്ക് എഴുതണം. അതിനെ റിലേറ്റ് ചെയ്ത് വരുന്ന മറ്റു കാര്യങ്ങൾ നമ്മൾ സൈഡിലേക്ക് കൊണ്ടുപോകണം. ഇനി നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഒന്നും കൂടി നോക്കാം. എ മാനുഫാക്ചറർ ഓഫ് ഫർണിച്ചർ മേക്സ് 2 products, ചെയർസ് ആൻഡ് ടേബിൾസ്. അപ്പോൾ ചെയർസും ടേബിൾസും നമ്മൾ മുകളിൽ സെറ്റ് ചെയ്തു. അതിൻ്റെ നമ്പേഴ്സ് നമുക്കറിയാത്തത് കൊണ്ട് X1 X2 എന്ന പേര് കൊടുത്തു. ഇനി പ്രോസസ്സിംഗ് ഓഫ് ദീസ് പ്രൊഡക്റ്റ് ഈസ് ഡൺ ഓൺ 2 machines A and B. ഈ 2 മെഷീൻസ് യൂസ് ചെയ്തിട്ടാണ് ഈ ചെയർസും ടേബിൾസും പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ രണ്ടിനും നമ്മൾ സൈഡിലേക്ക് കൊണ്ടുപോയിട്ടു. ഇനി എന്താണ്? ചെയറിൻ്റെ കാര്യങ്ങളാണ് നമ്മളോട് പറയാൻ പോകുന്നത്. അപ്പോൾ ചെയറിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ എങ്ങനെയാണ് അത് നോട്ട് ചെയ്യാന്നുള്ളത് ശ്രദ്ധിക്കുക കേട്ടോ. എ ചെയർ റിക്വയേഴ്സ് 2 hours ഓൺ മെഷീൻ എ. അപ്പോൾ ചെയറിൻ്റെ കാര്യമാണ് പറയുന്നത്. മെഷീൻ എയിൽ അതിന് 2 hours വരുന്നുണ്ട്. അപ്പോൾ ചെയറിൻ്റെ താഴെ മെഷീൻ്റെ നേരെയായിട്ട് നമ്മൾ 2 എന്ന് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ഇനി എന്താണ് പറയുന്നത്? ആൻഡ് 6 hours ഓൺ മെഷീൻ ബി. അപ്പോൾ മെഷീൻ ബി അവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ചെയറിൻ്റെ താഴെ മെഷീൻ്റെ നേരെയായിട്ട് എന്ത് ചെയ്യണം? 6 എന്ന് നോട്ട് ചെയ്യും. ഓക്കെ, ഇനി അടുത്തത് ടേബിളിൻ്റെ കാര്യമാണ് പറയുന്നത്. എ ടേബിൾ റിക്വയേഴ്സ് 5 hours ഓൺ മെഷീൻ എ. ടേബിളിൽ 5 hours മെഷീൻ എക്ക് വരുന്നുണ്ട്. അപ്പോൾ ടേബിളിൻ്റെ താഴെ മെഷീൻ്റെ നേരെയായിട്ട് നമ്മൾ എന്ത് എഴുതണം? 5 എന്ന് എഴുതണം. ഓക്കെ, ആൻഡ് നോ ടൈം ഓൺ മെഷീൻ ബി. മെഷീൻ ബിക്ക് അതിന് സമയമൊന്നും എടുക്കുന്നില്ല, അതുകൊണ്ട് നമ്മൾ നിൽ, ഒന്നുമില്ല എന്നുള്ള രീതിയിൽ എഴുതാണ്. ഇനി അടുത്ത സെൻറ്റൻസ് എന്താ പറഞ്ഞിരിക്കുന്നത്? ദർ ആർ 16 hours ഓഫ് ടൈം പെർ ഡേ അവൈലബിൾ ഓൺ മെഷീൻ എ. മെഷീൻ എക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈം എത്രയാണ്? 16 hours ആണ്. അപ്പോൾ മെഷീൻ എയുടെ നേരെ അവൈലബിൾ ടൈമിൻ്റെ താഴെയായിട്ട് നമ്മൾ എന്ത് എഴുതണം? 16 hours എന്ന് എഴുതണം. എന്തുകൊണ്ടാണ് അവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന സൈൻ വന്നിരിക്കുന്നത്? നമ്മളോട് കൃത്യമായിട്ട് എത്രയാണ് അവൈലബിൾ ടൈം എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 16 hours ആണ്. അപ്പോൾ അതിൽ കൂടുതലാവാൻ എന്തായാലും ഒരു ചാൻസും ഇല്ല. അതിൽ കുറവോ ഒന്നില്ലെങ്കിൽ അതിന് ഈക്വലോ ആവാനുള്ള ചാൻസ് ആണ് ഉള്ളത്. അതുകൊണ്ട് നമ്മൾ സൈൻ എന്ത് വരും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 16 എന്ന് വരും. ഓക്കെ, ഇനി അടുത്തത് എന്താണെന്ന് നോക്കാം. ആൻഡ് 30 hours ഓൺ മെഷീൻ ബി. മെഷീൻ ബിക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈം അവർ പറയുന്നത് എത്രയാണ്? 30 hours ആണ്. അപ്പോൾ 30നേക്കാളും കൂടുതൽ എന്തായാലും ആവില്ല. ഒന്നില്ലെങ്കിൽ 30 അല്ലെങ്കിൽ 30ന് താഴെയാണ് വരുള്ളൂ. അപ്പോൾ ഇവിടെയും സൈൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 30. ഓക്കെ, ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? പ്രോഫിറ്റ് ഗെയിൻഡ് ബൈ ദ മാനുഫാക്ചറർ ഫ്രം എ ചെയർ ഈസ് ₹1. അപ്പോൾ ചെയറിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ താഴേക്കാണ് എഴുതുന്നത് അല്ലേ? അപ്പോൾ പ്രോഫിറ്റും നമ്മൾ താഴെയാണ് എഴുതുക. അപ്പോൾ പ്രോഫിറ്റിന് അടുത്ത കോളത്തിൽ നമ്മൾ ഹെഡിങ് കൊടുത്തു. ഇനി ചെയറിൻ്റെ പ്രോഫിറ്റ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? ₹1 ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചെയറിൻ്റെ താഴെ പ്രോഫിറ്റിൻ്റെ നേരെയായിട്ട് നമ്മൾ ₹1 എഴുതി. ആൻഡ് ഫ്രം എ ടേബിൾ ഈസ് 5. ടേബിളിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ ടേബിളിൻ്റെ കോളത്തിൻ്റെ താഴെയായിട്ട് പ്രോഫിറ്റിന് നേരെ നമ്മൾ 5 എന്ന് എഴുതി. ഓക്കെ,
ഇനി നമ്മളോട് LPP ഫോർമുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് തന്നിരിക്കുന്ന ഡീറ്റെയിൽസിന് നമ്മൾ ഒരു ടേബിളിൽ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്ന രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടിയാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ 2-3 പ്രോബ്ലംസ് ഇപ്പോൾ ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന 3 പ്രോബ്ലംസ് പറഞ്ഞു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ടേബിൾ വരച്ച് ഈ നമ്പേഴ്സ് സെറ്റ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇനി എങ്ങനെയാണ് നമ്മൾ ഇതിനെ ഇക്വേഷനിലേക്ക് എഴുതുക എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നമ്മൾ എഴുതുമ്പോൾ നമ്മൾ പറഞ്ഞു ആദ്യം എന്താണ്, മാക്സിമൈസ് ഓർ മിനിമൈസ് ആണ് നമ്മൾ എഴുതേണ്ടത്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് പ്രോഫിറ്റ് ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് എന്തറിയാം, ഇത് മാക്സിമൈസേഷൻ പ്രോബ്ലം ആണെന്ന് നമുക്കറിയാം. ഓക്കെ, എങ്ങനെയാണ് ഇതിനെ എഴുതുക എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ചെയറിൻ്റെ വേരിയബിൾ ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന നമ്പേഴ്സ് നമുക്കറിയാത്തത് കൊണ്ട് x1 ആണ് എടുത്തിരിക്കുന്നത്, ടേബിളിന് x2 എന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇക്വേഷൻ എഴുതുമ്പോൾ ഇനി നമ്മൾ എന്താ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക, x1 ആൻഡ് x2 വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യമേ തന്നെ മാക്സിമൈസേഷൻ്റെ ഇക്വേഷനായിട്ട് ഏതാണ്, അപ്പോൾ മാക്സിമൈസ് z ഈക്വൽ ടു എങ്ങനെ വരും, 1x1 ആക്ച്വലി നമ്മൾ എഴുതേണ്ട കാര്യമില്ല, x1 എഴുതിയാൽ മതി, x1 പ്ലസ് ടേബിളിൻ്റെ 5x2. ടേബിളിൻ്റെ പ്രോഫിറ്റ് കിടക്കുന്നത് 5 ആണ്, ടേബിളിനെ ഡിനോട്ട് ചെയ്യുന്ന വേരിയബിൾ എന്ന് പറയുന്നത് x2 ആണ്. ഓക്കെ, അപ്പോൾ x1 പ്ലസ് 5x2 അതാണ് നമ്മൾ എന്ത് ചെയ്താൽ മാക്സിമൈസ് z ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എഴുതേണ്ടത്. ഇനി അടുത്തത് നമ്മൾ എന്താണ്, ഇതിൻ്റെ സബ്ജക്റ്റ് ടു ദ കൺസ്ട്രെയിൻസ് എഴുതണം അല്ലേ. അപ്പോൾ സബ്ജക്റ്റ് ടു ദ കൺസ്ട്രെയിൻസ് ഇനി നമ്മൾ എഴുതേണ്ടത് പോകുന്നത് എന്താണ്, മെഷീൻസിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഇക്വേഷനാണ്. എവിടെയാണ് സൈൻ വന്നിരിക്കുന്നത്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻസ് വന്നിരിക്കുന്നത് മെഷീനെ ബേസ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ആക്ച്വലി ആ സൈൻ നമ്മൾ ഇക്വേഷൻസ് ആ ടേബിൾ വരയ്ക്കുമ്പോൾ എഴുതുന്നതിൻ്റെ ഉദ്ദേശം തന്നെ നമുക്ക് ഇക്വേഷൻ ഏത് രീതിയിൽ വരും എന്നുള്ളതും കൂടി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മെഷീൻ എയുടെ കാര്യം മാത്രം ആദ്യം നമ്മൾ എടുക്കാം. മെഷീൻ എയുടെ കാര്യം എടുക്കുമ്പോൾ ചെയറിന് 2ഉം ടേബിളിന് 5 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തിനെ ചെയറിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും, 2x1 പ്ലസ് ടേബിളിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും, 5x2. ഇത് രണ്ടിൻ്റെയും കൂടി ടോട്ടൽ ആയിട്ടുള്ള അവൈലബിൾ ടൈമാണ് എന്ത്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 16 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം, 2x1 പ്ലസ് 5x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 16. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ നമ്മൾ ബി എന്ന മെഷീൻ്റെയും എഴുതാണ്. ബി എന്ന മെഷീൻ്റെ എഴുതുമ്പോൾ അവിടെ എന്താണ്, x1 മാത്രമേ ഉള്ളൂ, x2ൻ്റെ വാല്യൂ നമുക്കില്ല. കാരണം ടേബിളിൻ്റെ കാര്യം എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ, 5 hours ഓൺ മെഷീൻ എ ആൻഡ് നോ ടൈം ഓൺ മെഷീൻ ബി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ മെഷീൻ ബിയുടെ നേരെ എമൗണ്ട് ഒന്നും വരാത്തത്. അപ്പോൾ ഇവിടെ നമുക്ക് ചെയറിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആകെ 6x1 മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ 6x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 30 ഇത്രയും മാത്രമേ ഇതുള്ളൂ. ഇനി നമുക്ക് തന്നിരിക്കുന്ന എല്ലാ നമ്പേഴ്സും ഇപ്പം എന്തിൽ വന്നു, ഇക്വേഷൻസിൽ വന്നു. ഇനി നമ്മൾ മൂന്നാമത്തെ സെക്ഷനിലേക്ക് പോവാണ്. മൂന്നാമത്തെ സെക്ഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്ത് എഴുതണം, എത്ര അൺനോൺ ആയിട്ടുള്ള വേരിയബിൾസ് ഉണ്ടോ അതിനെല്ലാത്തിനും നമ്മൾ എന്ത് കൊടുക്കും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 കൊടുക്കും. അപ്പോൾ ഇവിടെ എത്ര അൺനോൺ വേരിയബിൾസ് ഉണ്ട്, 2 എണ്ണാണുള്ളത്, x1 ആൻഡ് x2. അപ്പോൾ എന്ത് എഴുതണം, x1, x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇത്രയുമാണ് ഒരു ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്. നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ കൂടി കാണാം. The manager of an oil refinery must decide on the optimum mix of 2 possible blending process of which the input and output production run are given below. അതായത് 2 ബ്ലെൻഡിങ് പ്രോസസ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് പ്രൊഡക്ഷൻ 2 ഇൻഫോർമേഷൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് അവിടെ പറയുന്നത് 2 ബ്ലെൻഡിങ് പ്രോസസ്സ് ഉണ്ടെന്നാണ്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ തന്നിരിക്കുന്നത്. ഇനി അവിടെ നോക്കാം, ദ മാക്സിമം എമൗണ്ട് അവൈലബിൾ ഫോർ ക്രൂഡ് എ ആൻഡ് ബി ആർ 250 യൂണിറ്റ്സ് ആൻഡ് 200 യൂണിറ്റ്സ് റെസ്പെക്റ്റീവ്ലി. ക്രൂഡ് എയുടെ അവൈലബിൾ ആയിട്ടുള്ള മാക്സിമം അവൈലബിൾ ആയിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 250 യൂണിറ്റ്സ് ആണ്. ക്രൂഡ് ബിയുടെ മാക്സിമം അവൈലബിൾ ആയിട്ടുള്ള യൂണിറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എമൗണ്ട് എന്ന് പറയുന്നത് 200 യൂണിറ്റ്സ് ആണ്. ഓക്കെ, ഇനി മാർക്കറ്റ് ഡിമാൻഡ് ഷോസ് ദാറ്റ് അറ്റ്ലീസ്റ്റ് 150 യൂണിറ്റ്സ് ഓഫ് gasoline എ and 130 units of gasoline B must be produced. മാർക്കറ്റ് ഡിമാൻഡ് പറയുന്നത് gasoline എയുടെ ഡിമാൻഡ് ആയിട്ട് പറയുന്നത് 150 യൂണിറ്റ്സ് ആണ്, അറ്റ്ലീസ്റ്റ് 150 ആണ്. ദെൻ gasoline ബിയുടെ പറയുന്നത് 130 യൂണിറ്റ്സ് ആണ്. ഓക്കെ, ഇനി the profit per production run for process 1 and process 2 are
₹4 and ₹5 റെസ്പെക്റ്റീവ്ലി. അപ്പോൾ പ്രോസസ്സിൻ്റെ പ്രോഫിറ്റിനെ പറ്റിയിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രോഫിറ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്ന ഈ ക്വസ്റ്റ്യനിലുള്ള കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഇത് മാക്സിമൈസേഷൻ പ്രോബ്ലം ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ തന്നെയല്ല, നമുക്ക് പ്രോസസ്സിൻ്റെ പ്രോഫിറ്റ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ പ്രോസസ്സിനെയാണ് നമ്മൾ ആ ടേബിൾ വരയ്ക്കുമ്പോൾ ഇവിടെ ചെയ്യേണ്ടത്, മുകളിലേക്ക് കൊണ്ടുവരേണ്ടത്. ഈ ക്രൂഡ് എ, ക്രൂഡ് ബി, ഗ്യാസ് ലോയിൻ ബി എന്നുള്ള ഇൻഫർമേഷൻസ് നമുക്ക് സൈഡിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇവിടെ തന്നിരിക്കുന്ന ടേബിളിനെ നമ്മൾ എന്ത് ചെയ്യണം? റീഅറേഞ്ച് ചെയ്യണം. ഓക്കെ, അതായത് പ്രോസസ്സ് രണ്ടും മുകളിലേക്ക് വരും, ഇൻപുട്ട് ഔട്ട്പുട്ട് എന്നുള്ളത് സൈഡിലേക്ക് വരും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ടേബിളിനെടുത്ത് വരയ്ക്കുകയാണ്. ഇനി തന്നിരിക്കുന്ന ഇൻഫോർമേഷൻസിനെ നമ്മൾ ഈ ടേബിളിലേക്ക് എടുത്ത് എഴുതാം. ഓക്കെ, പ്രോസസ് 1ന്റെ താഴെയായിട്ട് ക്രൂഡ് എ, ക്രൂഡ് ബി, ഗ്യാസ് ലോയിൻ ബിയുടെ ഇൻഫോർമേഷൻസ് എഴുതാം. ഓക്കെ, അപ്പോൾ പ്രോസസ് 1ൽ വരുന്ന നമ്പേഴ്സ് എന്തൊക്കെയായിരുന്നു? ക്രൂഡ് എയുടെ താഴെ വന്നിരുന്നത് 6 ആണ്. അപ്പോൾ നമ്മൾ ആദ്യം 6 എഴുതി. ദെൻ ക്രൂഡ് ബിയുടെ താഴെ വന്നിരുന്നത് 4 ആണ്. അപ്പോൾ ക്രൂഡ് ബിയുടെ നേരെ 4 എഴുതി. ഗ്യാസ് ലോയിൻ എക്ക് 6 ആയിരുന്നു, ഗ്യാസ് ലോയിൻ ബിക്ക് 9 ആയിരുന്നു. ഓക്കെ, ഇതുപോലെ പ്രോസസ് 2ന്റെ ഇൻഫോർമേഷൻസും ഇതുപോലെ തന്നെ റീഅറേഞ്ച് ചെയ്യുക. ക്രൂഡ് എയുടെ വാല്യൂ വന്നിരുന്നത് 5 ആണ്, ക്രൂഡ് ബിയുടേത് 6 ആയിരുന്നു, ഗ്യാസ് ലോയിൻ എയുടെ 5 ആയിരുന്നു, ഗ്യാസ് ലോയിൻ ബിയുടെയും അഗെയിൻ 5 ആയിരുന്നു. ഇപ്പോൾ ഇത്രയും ഇൻഫോർമേഷൻസ് തന്നിരിക്കുന്നത് നമ്മൾ റീഅറേഞ്ച് ചെയ്തു. ഇനി തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതിനെ നമ്മൾ എങ്ങനെയാണ് എഴുതാന്ന് നമുക്ക് നോക്കാം. ദ മാക്സിമം എമൗണ്ട് അവൈലബിൾ ഓഫ് ക്രൂഡ് എ ആൻഡ് ബി ആർ 250 യൂണിറ്റ്സ് ആൻഡ് 200 യൂണിറ്റ്സ്. മാക്സിമം അവൈലബിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാക്സിമം അവൈലബിൾ എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താണ്? അതിൽ കൂടുതൽ എന്തായാലും വരില്ല, അതാണ് അതിന്റെ മീനിങ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ കൂടുതൽ എന്തായാലും വരില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സൈൻ വരാ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള സൈൻ ആയിരിക്കും വരിക. അപ്പൊ ക്രൂഡ് എയുടെ മാക്സിമം അവൈലബിൾ ആയിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 250 യൂണിറ്റ്സ് ആണ്. അപ്പൊ നമ്മൾ അടുത്ത കോളത്തിന് ഹെഡിങ് കൊടുക്കാണ് അവൈലബിൾ ടൈം. അതിന്റെ താഴെ ക്രൂഡ് എയുടെ നേരെയായിട്ട് എന്തെന്ന് വരും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 250. ഓക്കെ, ഇനി ക്രൂഡ് ബിയുടെ മാക്സിമം അവൈലബിൾ ആയിട്ടുള്ള ടൈം എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 200 യൂണിറ്റ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെയും മാക്സിമം അവൈലബിൾ ടൈം ആണ്, അതായത് അതിൽ കൂടുതൽ എന്തായാലും വരാനായിട്ട് പോകുന്നില്ല എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഒന്നില്ലെങ്കിൽ 200 അല്ലെങ്കിൽ 200ന് താഴെയാണ് വരുള്ളൂ. അപ്പോഴും ഇവിടെ സൈൻ ഏതാണ് വരിക? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 200 ആണ് വരിക. ഇനി അടുത്ത് നോക്കാം. മാർക്കറ്റ് ഡിമാൻഡ് ഷോസ് ദാറ്റ് അറ്റ്ലീസ്റ്റ് 150 യൂണിറ്റ്സ് ഓഫ് ഗ്യാസ് ലോയിൻ എ ആൻഡ് 130 യൂണിറ്റ്സ് ഓഫ് ഗ്യാസ് ലോയിൻ ബി മസ്റ്റ് ബി പ്രൊഡ്യൂസ്ഡ്. അപ്പം അറ്റ്ലീസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് എന്ന് പറയുമ്പോൾ മിനിമം അത്രയെങ്കിലും വേണമെന്നാണ്, മാക്സിമം എത്ര വേണമെങ്കിലും ആവാം. അപ്പൊ എന്തായിരിക്കും സൈൻ വരാ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള സൈൻ ആണ് വരാ. ഓക്കെ, രണ്ടിടത്തും ഗ്യാസ് ലോയിൻ എക്കും ബിക്കും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള സൈൻ ആണ് വരാ, കാരണം അറ്റ്ലീസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 150 ആണ് ഗ്യാസ് ലോയിൻ എയുടെ നേരെ വരാ. ബിയുടെ നേരെ വരുന്നത് എത്രയാണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 130. ഓക്കെ, ഇനി എന്താണ് അടുത്തത് പറഞ്ഞിരിക്കുന്നത്? പ്രോഫിറ്റ് പെർ പ്രൊഡക്ഷൻ run from process 1 and 2 are ₹4 and 5. പ്രോസസ് 1ന്റെ പ്രോഫിറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് 4ഉം പ്രോസസ് ബിയുടെ അല്ലെങ്കിൽ പ്രോസസ് 2ന്റെ പ്രോഫിറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ₹5 ആണ്. അപ്പം അടുത്ത റോന്റെ നെയിം ആയിട്ട് നമ്മൾ പ്രോഫിറ്റ് എന്ന് കൊടുക്കുന്നു. പ്രോസസ് 1ന്റെ താഴെ നമ്മൾ 4 എന്നും പ്രോസസ് 2ന്റെ താഴെ നമ്മൾ 5 എന്നും കൊടുക്കുക. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് ടേബിൾ ഫില്ലപ്പ് ആയി. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഓൾറെഡി പ്രോസസ് 1ന് X1നും പ്രോസസ് 2ന് X2നും പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടേബിളിൽ നിന്ന് തന്നെ നമുക്ക് എത്ര സബ് ഇക്വേഷൻസ് വരുന്നുള്ളത് കണ്ടുപിടിക്കാൻ ഈസിയാണ്, അല്ലേ? എത്ര വന്നിട്ടുണ്ട്? 4 ഇക്വേഷൻസ് ആണ് അവിടെ സബായിട്ട് വരിക. ഏറ്റവും ആദ്യത്തെ ഇക്വേഷൻ എന്തിൻ്റെയാണ്? പ്രോഫിറ്റിൻ്റെയാണ്. ഓക്കെ, അപ്പം 4 സബ് ഇക്വേഷൻസ് വരും. 2 അൺനോൺ വേരിയബിൾസ് ആണ് നമുക്കുള്ളത്. പ്രോഫിറ്റിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഴുതാന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം തന്നെ പ്രോഫിറ്റിന്റെ ഇക്വേഷൻ എഴുതാം. മാക്സിമൈസ് Z ഈക്വൽ ടു എന്തെന്ന് വരും? 4x1 പ്ലസ് 5x2. ഓക്കെ, ഇനി സബ്ജക്ട് ടു ദ കൺസ്ട്രെയിൻസ്. ആദ്യം ക്രൂഡ് എയുടെ നേരെ വരുന്ന കാര്യങ്ങൾ എഴുതാം. എങ്ങനെ എഴുതും? ക്രൂഡ് എയുടെ നേരെ വരുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ 6x1 പ്ലസ് 5x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20. അടുത്തത് ക്രൂഡ് ബിയുടെ 4x1
പ്ലസ് 6x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 200. അടുത്തത് ഗ്യാസോലിൻ എയുടെ 6x1 പ്ലസ് 5x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 150 ആൻഡ് ഗ്യാസോലിൻ ബി 9x1 പ്ലസ് 5x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 130. ഇനി നമുക്ക് രണ്ട് അൺനോൺ ആയിട്ടുള്ള വേരിയബിൾസ് ആണുള്ളത്. ഓക്കെ, x1 ആൻഡ് x2. അപ്പോൾ ലാസ്റ്റ് എന്ത് എഴുതണം? x1, x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്തെന്ന് പറയുന്നത് ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. An animal feed company must produce at least 200 kg of a mixture consisting of ingredients A and B daily. അതായത് ഒരു എനിമൽ ഫീഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനി ഒരു ദിവസം കുറഞ്ഞത് 200 കിലോയുടെ ഒരു മിക്സ്ചർ പ്രൊഡ്യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് 2 ഇൻഗ്രീഡിയൻസ് ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് എ ആൻഡ് ബി, അതായത് ഇൻഗ്രീഡിയൻറ്റ് എയും ഇൻഗ്രീഡിയൻറ്റ് ബിയും മിക്സ് ചെയ്തിട്ട് കുറഞ്ഞത് ഒരു 200 kgയുടെ പ്രൊഡക്റ്റ് അവർ പ്രൊഡ്യൂസ് ചെയ്യണം ഒരു ദിവസം. ഓക്കെ, അതാണ് ആ ഇൻഫോർമേഷൻ നമുക്ക് തന്നിട്ടുള്ളത്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? എ കോസ്റ്റ് ₹3 per kg. എയുടെ കോസ്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ₹3 ആണ്. ബിയുടെ കോസ്റ്റ് എന്ന് പറയുന്നത് ₹8 ആണ്. ഓക്കെ, ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? നോ മോർ ദാൻ 80 kg ഓഫ് എ ക്യാൻ ബി യൂസ്ഡ്. 80 kgനേക്കാളും കൂടുതൽ എ എന്നുള്ള ഇൻഗ്രീഡിയൻറ്റ് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അതേസമയം ആൻഡ് അറ്റ്ലീസ്റ്റ് 60 kg ഓഫ് ബി മസ്റ്റ് ബി യൂസ്ഡ്. അതേസമയം എന്താണ് പറഞ്ഞിരിക്കുന്നത്? കുറഞ്ഞത് 60 കിലോ എങ്കിലും ബി എന്നുള്ള ഇൻഗ്രീഡിയൻറ്റ് യൂസ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്ര ഇൻഫോർമേഷൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇത് വെച്ചിട്ട് ഒരു മാത്തമാറ്റിക്കൽ മോഡൽ ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് കോസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതെന്ത് പ്രോബ്ലം ആയിരിക്കും? മിനിമൈസേഷൻ പ്രോബ്ലം ആയിരിക്കും. ആദ്യത്തെ 2 പ്രോബ്ലംസും നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് എന്താണ്? പ്രോഫിറ്റ് ആണ്. അപ്പോൾ പ്രോഫിറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് മാക്സിമൈസേഷൻ പ്രോബ്ലം ആയിട്ടാണ് ഇത് ചെയ്തത്, അല്ലേ? പക്ഷെ ഇവിടെ കോസ്റ്റ് ആണ് തന്നിരിക്കുന്നത്, അതുകൊണ്ട് നമുക്കിത് മിനിമൈസേഷൻ പ്രോബ്ലം ആണ്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. പിന്നെ എന്തിൻ്റെ കോസ്റ്റ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്? ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള എയുടെയും ബിയുടെയും കോസ്റ്റ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ടേബിൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ എന്താണ് എന്തിൻ്റെയാണോ പ്രോഫിറ്റ് തന്നിട്ടുണ്ടായിരുന്നത് അതിനെയാണ് നമ്മൾ ഏറ്റവും മുകളിൽ കൊണ്ടുവച്ചിരുന്നത്, അല്ലേ? അപ്പൊ അതേപോലെ തന്നെ ഇവിടെയും എന്തിൻ്റെയാണോ കോസ്റ്റ് തന്നിരിക്കുന്നത് അതിനെ വേണം നമ്മൾ മുകളിലേക്ക് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഇവിടെ ഏതൊക്കെ ഐറ്റംസിനെ ആയിരിക്കും നമ്മൾ മുകളിൽ എഴുതേണ്ടി വരിക? എ ആൻഡ് ബി. അപ്പൊ എക്കും ബിക്കും ആണ് നമ്മൾ എന്തിന്റെ പേര് കൊടുക്കേണ്ടത്? x1 ആൻഡ് x2 എന്ന് പേര് കൊടുക്കേണ്ടത്. നമുക്കിനി അത് എങ്ങനെയാണ് ടേബിളിലേക്ക് സെറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ തന്നിട്ടുള്ള ഇൻഫോർമേഷന്റെ ബേസിസിൽ നമ്മൾ ഹെഡിങ്സ് ഒക്കെ കൊടുത്തു വെച്ചിരിക്കുകയാണ്. ഇൻഗ്രീഡിയൻസ് ആയിട്ട് എ ആൻഡ് ബി ആണ് തന്നിരിക്കുന്നത്, അതിൻ്റെ കോസ്റ്റ് ആണ് തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ മുകളിൽ നമ്മൾ സെറ്റ് ചെയ്തത്. അതിന് നമ്മൾ പേര് കൊടുത്തിട്ടുണ്ട് x1 ആൻഡ് x2. ഇനി മിക്സ്ചേഴ്സ് പ്രോപ്പർ ആയിട്ട് ഒരു മിക്സ്ചറിന്റെ കാര്യം നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ, ഒരു 200 kg എങ്കിലും വരണം എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ മിക്സ്ചറിനെ സപ്പോർട്ട് ചെയ്യുന്ന 2 കാര്യങ്ങളാണ് താഴെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതെങ്ങനെയാണ് എഴുതാന്ന് നമുക്ക് നോക്കാം. ഒന്നും കൂടി നമ്മൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് റീഡ് ചെയ്യാണ്. അപ്പം അതിനനുസരിച്ചിട്ട് നമുക്ക് നമ്പേഴ്സ് ഇട്ട് പോവാം. അപ്പോൾ ആദ്യത്തെ സെന്റൻസിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? കമ്പനി മസ്റ്റ് പ്രൊഡ്യൂസ് അറ്റ്ലീസ്റ്റ് 200 kg ഓഫ് എ മിക്സ്ചർ കൺസിസ്റ്റിംഗ് ഓഫ് ഇൻഗ്രീഡിയൻസ് എ ആൻഡ് ബി. അത്രേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എത്ര ഇൻഗ്രീഡിയൻസ്, എത്ര നമ്പർ എന്ന് നമ്മളോട് അവിടെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ രണ്ടും എന്തായിട്ട് എടുക്കാണ്? 1 എന്നുള്ള രീതിയിലാണ് അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളോട് പ്രത്യേകിച്ച് ഇത്ര എന്നുള്ള നമ്പേഴ്സ് ഒന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മളത് 1 and 1 എന്നുള്ള രീതിയിൽ ഇനിയാണ് അത് എഴുതേണ്ടത്. അപ്പോൾ അതിൻ്റെ നേരെ നമ്മൾ എന്ത് ചെയ്യണം? അവൈലബിൾ ആയിട്ടുള്ള വോള്യൂം കൂടി നമ്മൾ അവിടെ എഴുതാണ്. കാരണം ഡയറക്റ്റ്ലി നമ്മളോട് അവിടെ പറഞ്ഞിട്ടുണ്ട് എത്രയാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് പറയുന്നത്. രണ്ടും കൂടി കൂട്ടിയിട്ട് എത്രയേ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്? അറ്റ്ലീസ്റ്റ് 200 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? അത്രയെങ്കിലും ഉണ്ടായിരിക്കണം, അതിൽ കുറയാനായിട്ട് പാടില്ല എന്നാണ് അർത്ഥം. കൂടുതൽ എത്ര വേണമെങ്കിലും ആവാം, കുറയാനായിട്ട് പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനർത്ഥം എന്ത് സൈനാണ് വരിക? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 200 എന്ന് വരും. ഇനി രണ്ടാമത്തെ സെന്റൻസിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കോസ്റ്റിന്റെ കാര്യമാണ്. എ കോസ്റ്റ് ₹3 per kg ആൻഡ് ബി കോസ്റ്റ്
8 per kg. പ്രോഫിറ്റ് നമ്മൾ എവിടെയാണോ റെപ്രസെന്റ് ചെയ്ത് അതേ രീതിയിൽ തന്നെ നമ്മൾ കോസ്റ്റിനെയും റെപ്രസെന്റ് ചെയ്യണം. അപ്പൊ അടുത്ത റോന്റെ നെയിം ആയിട്ട് നമ്മൾ കോസ്റ്റ് എന്ന പേര് കൊടുക്കാണ്. ഇനി എയുടെ കോസ്റ്റ് എത്രയാണ് എന്നുള്ളതാണ് എഴുതുന്നത്. എയുടെ കോസ്റ്റ് എത്ര പറഞ്ഞിരിക്കുന്നത്? 3 ആണ് പറഞ്ഞിരിക്കുന്നത്. ബിയുടെ കോസ്റ്റ് പറഞ്ഞിരിക്കുന്നത് 8 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ അത് എഴുതി. ഇനി നമ്മളോട് നെക്സ്റ്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? നോ മോർ ദാൻ 80 kg ഓഫ് എ ക്യാൻ ബി യൂസ്ഡ്. അതായത് ഫസ്റ്റ് മിക്സ്ചറിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഫസ്റ്റ് ഇക്വേഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഇൻഫർമേഷൻ ആണ് നമ്മളോട് പറയുന്നത്. അപ്പൊ അതിൽ പറയുന്നത് എന്താ വെച്ചാൽ എ എന്നുള്ള ഇൻഗ്രീഡിയന്റ് എത്രേനേക്കാളും കൂടാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞിരിക്കണേ. 80 kg കൂടാനായിട്ട് പാടില്ല. എയുടെ കാര്യം മാത്രമാണ് ഇവിടെ പറയുന്നത്. അപ്പൊ എ എന്ന് പറയുന്നത് 1 ആണെന്ന് നമുക്കറിയാം. അപ്പൊ എന്ത് വരും? 1 എന്നുള്ള നമ്പർ നമ്മൾ എയുടെ താഴെയായിട്ട് 1A എന്നുള്ള റോന്റെ നേരെയായിട്ടും എഴുതുന്നു. ഇനി അവൈലബിലിറ്റിയുടെ താഴെ എത്ര വരും? നോ മോർ ദാൻ 80 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 80നേക്കാളും കൂടാനായിട്ട് പാടില്ല. അപ്പൊ ഒന്നില്ലെങ്കിൽ 82 അല്ലെങ്കിൽ 80നേക്കാളും കുറവാവാനേ പാടുള്ളൂ. അപ്പൊ സൈൻ എന്ത് വരും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 80 എന്ന് വരും. ഓക്കെ, ഇനി അടുത്ത സെന്റൻസിൽ എന്താ പറയണേ? ആൻഡ് അറ്റ്ലീസ്റ്റ് 60 kg ഓഫ് ബി മസ്റ്റ് ബി യൂസ്ഡ്. കുറഞ്ഞത് 60 kgയുടെ ബി എന്ന ഇൻഗ്രീഡിയന്റ് എങ്കിലും യൂസ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ എയുടെ കാര്യമൊന്നും പറയുന്നില്ല, ബിയുടെ കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് ബി എന്ന കോളത്തിന്റെ താഴെയായിട്ട് നമ്മൾ എന്തെന്ന് എഴുതണം? 1 എന്ന് എഴുതണം. കാരണം ബി എന്ന് പറഞ്ഞ ഇൻഗ്രീഡിയന്റ് നമുക്ക് നമ്പർ എത്രയെന്ന് അറിയില്ല. അപ്പൊ 1 എന്നുള്ള രീതിയിൽ നമ്മൾ അസ്യൂം ചെയ്യാണ്. അതിന്റെ അവൈലബിലിറ്റി എത്ര പറഞ്ഞേക്കണേ? അറ്റ്ലീസ്റ്റ് 60 എന്നാ പറഞ്ഞേക്കണേ. അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? മിനിമം അത്രയെങ്കിലും ഉണ്ടായാൽ മതി, മാക്സിമം എന്തോരം വേണമെങ്കിലും ആവാം എന്നുള്ള രീതിയിലാണ്. അപ്പൊ എന്താണ് സൈൻ വരിക? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60. ഇനി നമുക്ക് എങ്ങനെയാണ് അതൊരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലേക്ക് മാറ്റി എഴുതാന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾ എഴുതേണ്ടത് ഏതാണ്? മിനിമൈസേഷൻ ഓർ മാക്സിമൈസേഷന്റെ ഇക്വേഷൻ ആണ് നമ്മൾ എഴുതേണ്ടത്. നമുക്കിവിടെ അറിയാം കോസ്റ്റ് ആണ് തന്നിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ മിനിമൈസേഷൻ ആയിരിക്കും. അപ്പൊ നമ്മൾ എന്തിനു എഴുതും? മിനിമൈസ് സെഡ് ഈക്വൽ ടു 3x1 പ്ലസ് 8x2. ഓക്കെ, അങ്ങനെയാണ് ഇക്വേഷൻ ഇത്. ഇനി അടുത്തത് താഴത്തേക്ക് സബ്ജക്ട് ടു ദ കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻസ് നമുക്ക് സെറ്റ് ചെയ്യണം അല്ലേ. അപ്പൊ ഇവിടെ 3 ഇക്വേഷൻ ആയിട്ടാണ് നമ്മൾ എഴുതേണ്ടതായിട്ട് വരിക. അപ്പൊ ആദ്യത്തെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഇവിടെ എല്ലാവിടെയും നമുക്ക് 1 ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് വേറെ നമ്പേഴ്സിന്റെ ഇഷ്യൂസ് വരുന്നില്ല. അതുകൊണ്ട് നമ്മൾ എന്തെന്ന് മാത്രമേ എഴുതുന്നുള്ളൂ? 1 നമ്മൾ എല്ലാ അൺനോൺ വേരിയബിൾസിന്റെ ഫ്രണ്ടിൽ എഴുതുന്നില്ല. x1 x2 എന്നുള്ളത് മാത്രമാണ് ഡിനോട്ട് ചെയ്യുന്നുള്ളൂ. അപ്പൊ ആദ്യത്തെ ഇക്വേഷൻ എങ്ങനെ വരും? x1 പ്ലസ് x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 200. ഓക്കെ, x1 പ്ലസ് x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 200. രണ്ടാമത്തെ ഇക്വേഷൻ എന്ത് വരും? ഇവിടെ x1ന്റെ കാര്യം മാത്രമാണ് പറയുന്നത്. അപ്പൊ x1 മാത്രം നമുക്ക് അവിടെ മെൻഷൻ ചെയ്താൽ മതി. x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 80. മൂന്നാമത്തത് x2ന്റെ കാര്യം മാത്രമാണ് പറയുന്നത്. അപ്പൊ ഇക്വേഷൻ എങ്ങനെ വരും? x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60. ഇനി നമുക്ക് 2 അൺനോൺ ആയിട്ടുള്ള വാല്യൂസ് ആണുള്ളത്, x1 ആൻഡ് x2. അപ്പൊ നമ്മൾ അതിന് എന്ത് ചെയ്യണം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ള വാല്യൂ നമ്മൾ കൊടുക്കണം. x1, x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ, ക്ലിയർ ആയല്ലോ? അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിലൂടെ ചോദിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ ഡൗട്ടുകളോടൊപ്പം തന്നെ കമന്റ് സെക്ഷനിലൂടെ അറിയിക്കാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. അപ്പം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ തന്നെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതായിരിക്കും അടുത്തൊരു വീഡിയോയിലൂടെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്. ഈ 3 പ്രോബ്ലംസ് തന്നെയാണ് നമ്മൾ അതിന് വേണ്ടി യൂസ് ചെയ്യുക. ഓൾറെഡി നമ്മൾ ഇക്വേഷൻസ് എങ്ങനെയാണ് സെറ്റ് ചെയ്യാമെന്ന് പഠിച്ചു. ഇനി അതിനെ ഗ്രാഫിക്കലി എങ്ങനെ സോൾവ് ചെയ്യുന്നുള്ളതാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ അടുത്ത ദിവസം തന്നെ അധികം വൈകാതെ തന്നെ അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതുവരെയും എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.